ഹലോ കുട്ടിക്കാരി, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞ ബീഫ് കട്ട്ലൈറ്റ് ആണ്. ഒരു കുക്കറിൽ നന്നായി കഴുകിയ ബീഫിന്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് നന്നായി വേവിക്കുക. ബീഫിന്റെ വെള്ളം മാറ്റി വെക്കുക. എനിക്ക് കിഴങ്ങ് വേവിച്ചു വെക്കുക. ചൂടാറിയ ബീഫ് ഇതുപോലെ ചോപ്പ് ചെയ്ത് വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അടി കട്ടിയുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിൻ്റെ ഇല ഇടുക. പിന്നെ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് ഒന്ന് വേവിക്കുക. മഞ്ഞൾ, മല്ലി, ഗരം മസാല എന്നിവ ഇട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായി മുരിഞ്ഞതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇടുക. ബീഫും ഉരുളക്കിഴങ്ങും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഫ്ലെയിം ആക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പും നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം മല്ലി ഇലയും ഇട്ട് 10 മിനിറ്റ് മൂടി വെക്കുക. ബീഫ് ചൂടാറിയതിന് ശേഷം നന്നായി കൈ കൊണ്ട് കുഴക്കുക. മുട്ടയിൽ നന്നായി മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡിലും ഇതുപോലെ മുക്കിയെടുക്കുക. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായി ഇടുക. ചെറിയ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് മറിച്ചിടുക. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റുള്ള ബീഫ് കട്ട്ലേറ്റ് കിട്ടും കേട്ടോ. ഞങ്ങളെല്ലാവരും ചൂടുള്ള കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇതൊന്ന് കഴിച്ചു. പിന്നെ കൂടെ കസിനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളെ പേര് ഷിംന എന്നാണ്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ചായ കുടിച്ചത്. അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല അടിപൊളി കട്ടൻ ചായ, അടിപൊളി കട്ട്ലേറ്റും കൂട്ടി ചായ കുടിച്ചു. അപ്പം എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.